നാസിക്കിന് പിന്നാലെ പൂനെയിലും മഹായുതി സഖ്യം പിളർപ്പിന്റെ വക്കിൽ. സീറ്റ് വിഭജനത്തിൽ അതൃപ്തി ശക്തമാകുന്നതിനിടെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന പുതിയ സഖ്യ സാധ്യതകൾ തേടുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം പൂനെയിൽ കോൺഗ്രസ് ഉദ്ധവ് സേന MNS സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധാരണയായി. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിലെ പൂനെ സീറ്റ് വിഭജന ചിത്രം ഇപ്പോഴും വ്യക്തമല്ല. BJPയിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ലഭിക്കാത്തതോടെ ഷിൻഡെ സേന മാറി ചിന്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നാസിക്കിന് പിന്നാലെ പൂനെയിലും ഷിൻഡെ സേന അജിത് പവാറിന്റെയും ശരത് പവാറിന്റെയും രണ്ട് ദേശീയ വിഭാഗങ്ങളുമായി സഖ്യം രൂപീകരിച്ച തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മഹായുതി സഖ്യത്തിലെ അതൃപ്തിയാണ് പ്രധാന കാരണം. ഇതിനിടെ നടന്ന മഹാവികാസ് അഘാടി യോഗത്തിൽ NCP ശരത് പവാർ വിഭാഗം പങ്കെടുത്തില്ല. ഇതോടെ പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷന് പിന്നാലെ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും NCPയുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സഖ്യം പ്രഖ്യാപിക്കുമെന്ന ചർച്ചകൾ ശക്തമാകുകയാണ്. പൂനെയിൽ കോൺഗ്രസ് ഉദ്ധവ് സേന MNS സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടും. കോൺഗ്രസ് ഭവനിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് 100 സീറ്റുകൾ പങ്കിടാനും ധാരണയായി. ഉദ്ധവ് സേനയ്ക്ക് 65 സീറ്റുകൾ നൽകാനും തീരുമാനിച്ചു. ഉദ്ധവ് സേനയുടെ കോട്ടയിൽ നിന്ന് MNSന് സീറ്റുകൾ നൽകാനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരംഭിച്ചിട്ടുണ്ട്. 7 പ്രധാന വാർഡുകളിലെ ആദ്യ പട്ടികയിൽ 4 വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നതോടെ നഗരതലത്തിൽ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ശരത് പവാർ വിഭാഗം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.